സാങ്കേതിക സർവകലാശാലയിൽ VC സർക്കാർ പോര് തുടരുകയാണ്. പരീക്ഷാ കൺട്രോളറുടെ കാലാവധി നീട്ടാൻ സ്വന്തം നിലയ്ക്ക് സർക്കാരിന് VC ശുപാർശ നൽകി. VCയോട് സിൻഡിക്കേറ്റ് വഴി വരാനാണ് സർക്കാരിന്റെ മറുപടി. VCയുടെ ഇടപെടൽ നിയമപരമല്ല എന്നും സർക്കാർ മറുപടിയിൽ പറയുന്നു. പരീക്ഷാ കൺട്രോളറുടെ കാലാവധി കഴിഞ്ഞ യോഗത്തിൽ സിൻഡിക്കേറ്റ് നീട്ടുകയും ചെയ്തിരുന്നു. ഗോപാൽ ശിലാസനലുണ്ട് വിവരങ്ങൾ നൽകാനായി. ഗോപാൽ, KTU-VC സർക്കാർ പോര് തുടങ്ങിയിട്ട് കുറച്ചു നാളായി. പക്ഷേ ഇപ്പോൾ പരീക്ഷാ കൺട്രോളറുടെ കാലാവധി സിൻഡിക്കേറ്റ് നീട്ടിയ സാഹചര്യത്തിൽ VC എന്തിനാണ് സ്വന്തം നിലയ്ക്ക് അത്തരമൊരാവശ്യം സർക്കാരിന് മുന്നിൽ വച്ചത്? ജിൽസി, ഇക്കഴിഞ്ഞ 16-ാം തീയതി ഈ പുതിയ VC ഡോക്ടർ K. ശിവപ്രസാദ് ചുമതലയേറ്റതിനു ശേഷമുള്ള ആദ്യ സിൻഡിക്കേറ്റ് യോഗം ചേർന്നിരുന്നു. ആ സിൻഡിക്കേറ്റ് യോഗത്തിൽ ചില അഭിപ്രായ ഭിന്നതകളെ തുടർന്ന് വൈസ് ചാൻസലർ യോഗം പിരിച്ചുവിട്ടു എന്ന് കാട്ടി യോഗത്തിൽ നിന്ന് ഇറങ്ങിപ്പോയി. എന്നാൽ ആ വൈസ് ചാൻസലർ പോയതിനു ശേഷവും ഒരു താൽക്കാലിക അധ്യക്ഷനെ നിയമിച്ചുകൊണ്ട് സിൻഡിക്കേറ്റ് യോഗം തുടരുകയും ആ യോഗത്തിൽ ചില തീരുമാനങ്ങൾ എടുക്കുകയും ചെയ്തു. അത്തരത്തിൽ എടുത്ത തീരുമാനങ്ങളിലൊന്നായിരുന്നു ഈ പരീക്ഷാ കൺട്രോളറുടെ കാലാവധി നീട്ടി നൽകൽ. എന്നാൽ ഈ നടപടി, അതായത് തൻ്റെ അഭാവത്തിൽ ഇത്തരത്തിൽ സിൻഡിക്കേറ്റ് സ്വന്തം നിലയ്ക്ക് ചേർന്ന നടപടി വൈസ് ചാൻസലറെ വല്ലാണ്ട് ചൊടിപ്പിച്ചു. തുടർന്ന് അദ്ദേഹം രജിസ്ട്രാർക്ക് കാരണം കാണിക്കൽ നോട്ടീസ് നൽകുകയും ഗവർണറോട് ഈ യോഗം അനധികൃത യോഗമാണ് എന്നും ഈ യോഗത്തിൽ തൻ്റെ അഭാവത്തിൽ സ്വന്തം നിലയ്ക്ക് ചേർന്ന യോഗം അംഗീകരിക്കാൻ കഴിയില്ല എന്നും കാട്ടി ഗവർണർക്ക് റിപ്പോർട്ടും കൊടുത്തു. അതിനുശേഷം വൈസ് ചാൻസലർ സ്വന്തം നിലയ്ക്ക്, അതായത് ഈ 16-ാം തീയതി ചേർന്ന യോഗം നിയമവിരുദ്ധമാണ് എന്ന് കാട്ടി സ്വന്തം നിലയ്ക്ക് ഒരു ഉത്തരവിറക്കുകയും ചെയ്തു. ഇതോടുകൂടി തന്നെ ആ യോഗത്തിലെടുത്ത എല്ലാ തീരുമാനങ്ങളും വൈസ് ചാൻസലറുടെ വിവേചനാധികാരം ഉപയോഗിച്ച് അദ്ദേഹം റദ്ദാക്കുകയായിരുന്നു. തുടർന്ന് അതിനുശേഷമാണ് ഇദ്ദേഹത്തിന്റെ അടുത്ത നടപടി ഉണ്ടാകുന്നത്. അത് സർക്കാരിനെ വല്ലാണ്ട് ചൊടിപ്പിച്ചിരിക്കുകയാണ്. വൈസ് ചാൻസലർ കഴിഞ്ഞ ദിവസം സിൻഡിക്കേറ്റ് യോഗത്തിൽ ആരെയാണോ സിൻഡിക്കേറ്റ് യോഗം ചേർന്ന് ഈ കാലാവധി നീട്ടി നൽകാൻ തീരുമാനിച്ചത്, അതേ പരീക്ഷാ കൺട്രോളറെ തന്നെ വൈസ് ചാൻസലർ സ്വന്തം നിലയ്ക്ക് താൻ കാലാവധി നീട്ടി നൽകുന്നു എന്ന് കാണിച്ചുകൊണ്ട് സർക്കാരിന് ശുപാർശ നൽകി. അദ്ദേഹത്തിന്റെ ആ ശുപാർശ കത്തിന്റെ പകർപ്പ് നമ്മളിപ്പോൾ സ്ക്രീനിൽ കാണിക്കുന്നുണ്ട് എന്ന് വിശ്വസിക്കുന്നുണ്ട്. ആ കത്തിൽ പറയുന്നത് ഇത്തരത്തിൽ 16-ാം തീയതി ഒരു യോഗം ചേർന്നിരുന്നു. ആ യോഗം താൻ റദ്ദാക്കി. തന്റെ അഭാവത്തിൽ ചേർന്ന യോഗമായതിനാൽ തന്നെ ആ യോഗം റദ്ദാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് ആ നടപടി ക്യാൻസൽ ചെയ്ത് സർവകലാശാല ചട്ടത്തിലെ 14/5 ക്ലോസ് പ്രകാരം ഇത്തരത്തിൽ താൻ ഇയാളെ തന്നെ പരീക്ഷാ കൺട്രോളറായി കാലാവധി നീട്ടി നൽകണമെന്ന് ശുപാർശ ചെയ്യുകയാണ് എന്ന് അറിയിച്ചിരിക്കുന്നു. എന്നാൽ ഇതിൽ സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് പ്രിൻസിപ്പൽ സെക്രട്ടറി നൽകിയിരിക്കുന്ന മറുപടി സിൻഡിക്കേറ്റ് മുഖാന്തരം ഈ ശുപാർശയുമായി വരാനാണ്. കാരണം സർവകലാശാല ചട്ടപ്രകാരം അപ്പലേറ്റ് അതോറിറ്റി സർവകലാശാല സിൻഡിക്കേറ്റ് ആണ്. എന്ത് തീരുമാനമെടുക്കണമെങ്കിലും സ്റ്റാറ്റ്യൂട്ടറി ഓഫീസർമാരുടെ നിയമനം അടക്കമുള്ള എന്ത് തീരുമാനമെടുക്കണമെങ്കിലും അതിൽ സിൻഡിക്കേറ്റ് യോഗത്തിൽ ചർച്ച ചെയ്ത് സിൻഡിക്കേറ്റ് തീരുമാനമായി വേണം സർക്കാരിലേക്ക് ശുപാർശയായി എത്താൻ. അല്ലാതെ വൈസ് ചാൻസലർ സ്വന്തം നിലയ്ക്ക് നൽകിയ ശുപാർശ നിയമവിരുദ്ധമാണ് എന്ന നിലപാടിൽ തിരിച്ച് സർക്കാർ ഉന്നത വിദ്യാഭ്യാസ വകുപ്പിൽ നിന്ന് വൈസ് ചാൻസലർക്ക് കത്തയച്ചിരിക്കുകയാണ്. എന്നാൽ താൻ ചെയ്തത് നിയമപരമായി തന്നെയാണ് എന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് വൈസ് ചാൻസലർ. ഇപ്പോൾ സർവകലാശാലയിൽ ഭരണപ്രതിസന്ധി ഉണ്ടാകുന്നുണ്ടെങ്കിൽ അതിന് കാരണം സർക്കാരും സിൻഡിക്കേറ്റും മാത്രമാണ്. സർവകലാശാലയിലെ അതായത് ഈ കാര്യത്തിൽ ഒരേ കാര്യം തന്നെയാണ് രണ്ടുപേരും, അതായത് VCയും സിൻഡിക്കേറ്റും ഒരേ കാര്യം തന്നെയാണ് റെക്കമെൻഡ് ചെയ്തത്. പക്ഷേ അന്ന് VC ഇറങ്ങിപ്പോയ യോഗത്തിലാണ് സിൻഡിക്കേറ്റ് ഈ തീരുമാനം എടുത്തത് എന്നുള്ളത് കൊണ്ട് തന്നെ ആ യോഗം അല്ലെങ്കിൽ ആ സിൻഡിക്കേറ്റ് എടുത്ത തീരുമാനം വാലിഡ് അല്ലാതെ ആകുമോ? വാലിഡ് അല്ലാതാകില്ല എന്നതാണ് സിൻഡിക്കേറ്റ് ഇതുമായി ബന്ധപ്പെട്ട് ഉയർത്തിക്കാടുന്ന ഒരു കാര്യം. കാരണം മറ്റ് സർവകലാശാലകളെ പോലെ അല്ല സാങ്കേതിക സർവകലാശാലയിലെ സിൻഡിക്കേറ്റിന്റെ അധികാര പരിധി. മറ്റ് സർവകലാശാലകളിൽ വൈസ് ചാൻസലറാണ് ഏറ്റവും പരമാധികാരിയായി ചുമതലപ്പെടുത്തപ്പെട്ടിരിക്കുന്നയാൾ. എന്നാൽ സാങ്കേതിക സർവകലാശാലയിൽ എന്ത് തീരുമാനങ്ങൾക്കും അതിന് സിൻഡിക്കേറ്റിന്റെ കൂടി അനുമതി വേണ്ടതായിട്ടുണ്ട്. അത്തരത്തിലൊരു പ്രത്യേക തരത്തിലാണ് ഈ സാങ്കേതിക സർവകലാശാലയിലെ നിയമ സംവിധാനങ്ങൾ സജ്ജീകരിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ സ്റ്റാറ്റ്യൂട്ടറി ഓഫീസർമാർ അടക്കമുള്ള എന്ത് തീരുമാനങ്ങൾ എടുത്താലും അത് സിൻഡിക്കേറ്റിന്റെ കൂടി പിന്തുണയില്ലാതെ ഒരു തീരുമാനമായി വന്നു കഴിഞ്ഞാൽ അതിനെ അംഗീകരിക്കപ്പെടാനുള്ള സാധ്യതകൾ ഏറെയാണ്. നേരത്തെ ഇതേപോലെ തന്നെ സാങ്കേതിക സർവകലാശാലയിലെ മുൻ VC ആയിരുന്ന സിസ തോമസ് സിൻഡിക്കേറ്റ് എടുത്തൊരു തീരുമാനം ഗവർണറുടെ പിന്തുണയോടുകൂടി, മുൻ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാന്റെ പിന്തുണയോടുകൂടി റദ്ദാക്കിയിരുന്നു. അത്തരത്തിൽ അന്ന് ആ നടപടിക്കെതിരെ സിൻഡിക്കേറ്റ് ഹൈക്കോടതിയിൽ പോവുകയും അന്ന് ഗവർണർക്കും സിസ തോമസിനും ആ തീരുമാനം തിരിച്ചടിയാവുകയും സിൻഡിക്കേറ്റിന് അനുകൂലമായി വിധി വരികയും ചെയ്തിരുന്നു. എന്നാൽ ഇപ്പോഴത്തുള്ള VC ഡോക്ടർ K. ശിവപ്രസാദ് അറിയിക്കുന്നത്
പ്രകാരം അദ്ദേഹത്തിന്റെ ഭാഗത്ത് നിന്ന് നിയമവിരുദ്ധമായിട്ടുള്ള നടപടികൾ ഒന്നും ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ്. സാങ്കേതിക സർവകലാശാലയിലെ തന്നെ 14/5 എന്ന നിയമ ഭേദഗതി പ്രകാരമാണ് താൻ ഇത്തരത്തിൽ സർക്കാരിന് ശുപാർശ നൽകിയിരിക്കുന്നത്. ഏതെങ്കിലും സാഹചര്യത്തിൽ അടിയന്തര സാഹചര്യം ഉണ്ടാവുകയാണെങ്കിൽ ആ സാഹചര്യത്തിൽ വൈസ് ചാൻസലറുടെ വിവേചനാധികാരം ഉപയോഗിച്ചുകൊണ്ട് തീരുമാനമെടുക്കാനുള്ള അവകാശം സർവകലാശാല ചട്ടത്തിൽ പറയുന്നുണ്ട്. എന്നാൽ